പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം 3 മൊഡ്യൂളത്തേത് കഴിഞ്ഞു. ഇനി 4ാമത്തെ മൊഡ്യൂൾ 4 ഇന്ത്യൻ എക്കണോമിക് തോട്ട്, അതിലെ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ അർത്ഥശാസ്ത്ര ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യൻ ട്രീറ്റീസ് ഓൺ സ്റ്റേറ്റ് ക്രാഫ്റ്റ് എക്കണോമിക്സ് ആൻഡ് മിലിറ്ററി സ്ട്രാറ്റജി അട്രിബ്യൂട്ടഡ് to the scholar Chanakya to provide insight into governance, administration, economic policy and diplomacy in ancient India. Ancient ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഗവേണൻസ്, അഡ്മിനിസ്ട്രേഷൻ, എക്കണോമിക് പോളിസി, ഡിപ്ലോമസിയെ കുറിച്ച് പറയുന്ന ഒരു ഇതാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ചാണക്യ. ഓക്കെ, അതിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഇന്ത്യൻ സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന സ്റ്റേറ്റ് ക്രാഫ്റ്റ്, എക്കണോമിക്സ്, മിലിറ്ററി സ്ട്രാറ്റജി ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒന്നാണ്. ഇനി സ്വദേശി മൂവ്മെൻറ്റ്, എ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് the early 20th century that promote indigenous goods and boycott British goods as a means of opposing British colonial rule and encouraging self-reliance. ഒരു രാജ്യത്തിൻ്റെ സെൽഫ് റിലയൻസ് എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിനെ ഒപ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്തുള്ള ആ രാജ്യത്തെ ഗുഡ്സ് മാത്രം പ്രൊമോട്ട് ചെയ്യുക, അത് മാത്രം യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബ്രിട്ടീഷ് ഗുഡ്സിനെ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്നൊരു മൂവ്മെൻറ്റാണ്, 20ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന മൂവ്മെൻറ്റാണ് സ്വദേശി മൂവ്മെൻറ്റ്. അടുത്ത് ഡ്രെയിൻ തിയറി, ഇത് കൊണ്ടുവന്നിട്ടുള്ള ദാദാഭായ് നവറോജിയാണ്. ഇത് ഇന്ത്യൻ നാഷണലിസ്റ്റ് ആൻഡ് എക്കണോമിക്സ് ഡ്യൂറിങ് ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡ്. ഇറ്റ് റെഫേഴ്സ് ടു എക്കണോമിക് ഡ്രെയിൻ ഓഫ് വെൽത്ത് ആൻഡ് റിസോഴ്സ് ഫ്രം ഇന്ത്യ ടു ബ്രിട്ടൻ ഡ്യൂ ടു കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ ഇൻക്ലൂഡിംഗ് ടാക്സേഷൻ, ട്രേഡ് പോളിസി, എക്കണോമിക് പോളിസി ഫേവറിങ് ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച സമയത്ത് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അന്ന് നടപ്പിലാക്കിയിരുന്ന ടാക്സേഷൻ പോളിസി, ട്രേഡ് പോളിസി, എക്കണോമിക് പോളിസിയുടെയൊക്കെ ഭാഗമായിട്ട് ഒരു കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഇന്ത്യയിലുള്ള വെൽത്ത് എന്ത് ചെയ്ത് അവർ കൊണ്ടുപോയി ഡ്രെയിൻ ചെയ്തു എന്നത് പറയുന്നതാണ് ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. ഇനി അടുത്ത് ലാൻഡ് റിഫോം, പോളിസി ആൻഡ് ഇനീഷ്യേറ്റീവ് എയിം ടു റീസ്ട്രക്ചറിങ് ലാൻഡ് ഓണർഷിപ്പ്. ഭൂമിയുടെ ഓണർഷിപ്പ് എന്ത് ചെയ്യുക, റീസ്ട്രക്ചർ ചെയ്യുന്ന ഒരു പോളിസിയാണ് എന്ത് പറയുക, ലാൻഡ് റിഫോം. ലാൻഡ് ഓണർഷിപ്പ്, ടെനൻസി ആൻഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് ടു അഡ്രസ് ഇഷ്യൂ ഓഫ് ലാൻഡ് ഇനീക്വാലിറ്റി, റൂറൽ പോവർട്ടി ആൻഡ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. രാജ്യത്തുള്ള ലാൻഡിലുള്ള ഇനീക്വാലിറ്റിയും റൂറൽ പോവർട്ടിയും അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് ലാൻഡ് റിഫോം. ലാൻഡ് റിഫോം മേ ഇൻക്ലൂഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്. കൂടുതൽ സ്ഥലമുള്ള ലാൻഡുള്ള ആളുകളിൽ നിന്ന് അത് പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക, ഇല്ലാത്തവന് കൊടുക്കാം. ടെനൻസി റിഫോം, ലാൻഡ് കൺസോൾട്ടേഷൻ, സപ്പോർട്ട് ഫോർ സ്മോൾ ഫാർമേഴ്സ്. അടുത്ത് ഡീസെൻട്രലൈസേഷൻ, ദ പ്രോസസ് ഓഫ് ഡെലിഗേറ്റിംഗ് അതോറിറ്റി, ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് ആൻഡ് റിസോഴ്സ് ഫ്രം സെൻട്രൽ ഗവൺമെൻറ് ഓർ അതോറിറ്റി ടു ലോക്കൽ ഓർ റീജിയൻ ലെവൽ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്കോണമിയിൽ താഴെ തട്ടിയിലേക്ക് സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിനെ ഡീസെൻട്രലൈസേഷൻ, സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും ലോക്കൽ ആൻഡ് റീജിയണൽ ലെവലിലേക്ക് പവർ കൊടുക്കുന്നതിനെ എന്ത് പറയുക, ഡീസെൻട്രലൈസേഷൻ. ഇറ്റ് പ്രൊമോട്ട് ലോക്കൽ ഓട്ടോണമി, എഫിഷ്യൻസി ആൻഡ് റെസ്പോൺസീവ്നെസ് ഓഫ് ലോക്കൽ നീഡ്സ് ആൻഡ് കണ്ടീഷൻ. ഇനി MG റനഡ, മഹാദേവ് ഗോവിന്ദ് റനഡെ, an Indian scholar, social reformer and political leader during the late 19th century. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യൻ സ്കോളറാണ്, സോഷ്യൽ റിഫോർമറാണ്, ഒരു പൊളിറ്റിക്കൽ MG റനഡെ. റനഡെ വാസ് എ പ്രോമിനൻറ്റ് ഫിഗർ ഇൻ ദ സോഷ്യൽ ആൻഡ് കൾച്ചർ അവേക്കനിങ് ഇൻ മഹാരാഷ്ട്ര, അഡ്വക്കേറ്റിംഗ് ഫോർ സോഷ്യൽ റിഫോം, എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് പ്രോഗ്രസ്. ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ അവേക്കനിങ്, മഹാരാഷ്ട്രയിലായിരുന്നു അദ്ദേഹം നിലനിന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്ക് ഏരിയ, അദ്ദേഹം സോഷ്യൽ റിഫോം മുന്നോട്ട് വെച്ച എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് പ്രോഗ്രസ്. അടുത്ത് ഗോപാലകൃഷ്ണ ഗോഖലെ, എ പ്രോമിനൻറ്റ് ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഡർ ആൻഡ് സോഷ്യൽ റിഫോമർ ഡ്യൂറിങ് 19th and early 20th century. Gokhale was known as his moderate approach and advocacy of constitutional reform, civil rights, education and social justice. ഇദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഐഡിയോളജി മോഡറേറ്റ് ലീഡറായിരുന്നു. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം വരുത്തണം, അതേപോലെ സിവിൽ റൈറ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ പ്രോഗ്രസ്, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ. ഇനി BR അംബേദ്കർ, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്, ഇന്ത്യൻ ജൂറിസ്റ്റ്, സോഷ്യൽ റിഫോമർ ആൻഡ് പൊളിറ്റിക്കൽ, ഹൂ പ്ലേഡ് കീ റോൾ ഡ്രാഫ്റ്റിംഗ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അഡ്വക്കേറ്റിംഗ് ഫോർ ദ റൈറ്റ് ഓഫ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി, പർട്ടിക്കുലർലി ദളിത്. അദ്ദേഹം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് അതിൻ്റെ ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീൻ്റെ അവകാശങ്ങൾ മുന്നോട്ട് വെച്ചു. അതേപോലെ തന്നെ പർട്ടിക്കുലർലി ദളിത്. അംബേദ്കർ കോൺട്രിബ്യൂഷൻ ഇൻക്ലൂഡ് പ്രൊമോട്ടിംഗ് സോഷ്യൽ ഇക്വാലിറ്റി, എഡ്യൂക്കേഷൻ, എക്കണോമിക് എംപവർമെൻറ്റ്. അടുത്ത് മഹാത്മാഗാന്ധി, a prominent leader of the Indian independence movement, key figure of non-violent civil disobedience. Gandhi philosophy of satyagraha emphasizing non-violent resistance, self-reliance and social reform, including economic empowerment at the grassroots level through initiative like Khadi production, village industry. ഗാന്ധി മുന്നോട്ട് വെച്ചിരുന്ന ഒരു എക്കണോമിക് ഐഡിയ എന്ന് പറയുന്നത് വില്ലേജ് വ്യവസായങ്ങളും അതുപോലെ തന്നെ ഖാദി പ്രൊഡക്ഷനും, അങ്ങനത്തെ ഗ്രാസ് റൂട്ട് ഏറ്റവും താഴെ ലെവലിലുള്ള ആളുകളുടെ
കാര്യങ്ങളായിരുന്നു. അവരുടെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു ഇദ്ദേഹം ഗാന്ധി മുന്നോട്ട് വെച്ചിരുന്ന ആശയങ്ങൾ. ഇദ്ദേഹത്തിൻ്റെതൊക്കെ ഒരു നോൺ വയലൻറ്റ് മൂവ്മെൻ്റ് ആയിരുന്നു സത്യാഗ്രഹ, സെൽഫ് റിലയൻസ് ആൻഡ് സോഷ്യൽ റിഫോം. ഇതൊക്കെ ഇദ്ദേഹം മുന്നോട്ട് വെച്ചതാണ്. ഇതിൽ നിന്ന് 4th മൊഡ്യൂളും അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.